Hello, good morning everyone. Welcome back to Cyber Learnings. See, നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലിസണിൽ നമ്മുടെ ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ മോഡൽസിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിഫറെന്റ് തിയറീസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അജണ്ട സെറ്റിംഗ് തിയറി, അതേപോലെ കൾട്ടിവേഷൻ തിയറി. സോ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് തിയറീസ് ഉണ്ട്. ഓക്കെ, സോ അതും അതേപോലെ തന്നെ 4 തിയറീസ് ഓഫ് ദ പ്രസന്റ് ഫെഡ്സിബോട്ടിന്റെ. സോ അതിനെ കുറിച്ചൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ പറയാൻ പോകുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി എന്ന് പറയുമ്പോൾ അതായത് മീഡിയയ്ക്ക് നമ്മുടെ ഓഡിയൻസിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന തിയറികളെയാണ് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയിലാണ് മാജിക് ബുള്ളറ്റ് തിയറിയും അതേപോലെ ഹൈപ്പോഡെർമിക് നീഡിൽ തിയറിയും ഒക്കെ തന്നെ വരുന്നത്. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി എന്ന് പറയുന്ന സമയത്ത് മാസ് മീഡിയ, ഓക്കെ, ടെലിവിഷൻ ആയിക്കോട്ടെ, ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, റേഡിയോ ആയിക്കോട്ടെ, ഓക്കെ, സോ ഈ മാസ് മീഡിയയിലെ കൂടെ വരുന്ന മെസ്സേജുകൾ ഡയറക്റ്റ് ആയിട്ട് ഓഡിയൻസിന്റെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇമ്പാക്ട് ചെയ്യുന്നു. അതുവഴി അവരുടെ തോട്ടിനെയും ചിന്തയും ആക്ഷനെയും ഒക്കെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു തിയറിയാണ് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി. ഓക്കെ, സോ ഈ ഒരു തിയറി പറയുന്നത് മാസ് മീഡിയ അത്രയ്ക്ക് പവർഫുൾ ആണെന്നാണ്. അതേപോലെ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓഡിയൻസ് ആക്റ്റീവ് അല്ല, മറിച്ച് പാസീവ് ആണ്. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ആക്റ്റീവ് അതേപോലെ എനർജി ഉള്ള ആൾക്കാരാണ് ഓഡിയൻസ്. പക്ഷെ ഇവിടെ എന്താണ്, ഓഡിയൻസ് പാസീവ് ആണ്. ഓക്കെ, സോ പാസീവ് ആയതുകൊണ്ട് തന്നെയാണ്, പാസീവ് ആകുമ്പോൾ ഒരു സ്ലീപ്പി ആയിട്ടാണ് ഓഡിയൻസ് ഉള്ളത്. സോ പാസീവ് ആയതുകൊണ്ട് തന്നെയാണ് എന്ത്, മാസ് മീഡിയ ഡയറക്റ്റ് ആയിട്ട് ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി പറയുന്നത്. സോ പ്രധാനമായിട്ടും 1930s 40s ഒക്കെ തന്നെയാണ് ഈ ഒരു തിയറി കുറച്ചുകൂടെ പോപ്പുലർ ആയത്, ഫേമസ് ആയത്. ഓക്കെ, സോ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിലൊക്കെ തന്നെ മീഡിയയിൽ കൂടെ വരുന്ന മെസ്സേജുകൾ എങ്ങനെ ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതുവഴി അവരുടെ വോട്ടിംഗ് ബിഹേവിയറിനെ ഒക്കെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, സ്വാധീനിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് തിയറീസ് ഒക്കെ വന്നിരുന്നു. ഓക്കെ, സോ സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയിൽ ഈ രണ്ട് തിയറീസ് ആണ് ഫേമസ്, മാജിക് ബുള്ളറ്റ് തിയറിയും അതേപോലെ ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി. ഓക്കെ, സോ മാസ് മീഡിയയിൽ കൂടെ വരുന്ന മെസ്സേജുകൾ ഓഡിയൻസിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള തിയറിയാണ് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി. സോ ഇതിൽ മീഡിയ ഓഡിയൻസ് എന്ന് പറയുന്നത് അവർ ആക്റ്റീവ് അല്ല, മറിച്ച് പാസീവ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എന്താണ്, ഓഡിയൻസിനെ അല്ലെങ്കിൽ സാധാരണക്കാരെ അല്ലെങ്കിൽ പീപ്പിളിനെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയിൽ പ്രധാനമായിട്ടും രണ്ട് തിയറികളാണ് വരുന്നത്, മാജിക് ബുള്ളറ്റ് തിയറിയും അതേപോലെ തന്നെ ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി. ഓക്കെ, സോ ബേസിക്കലി രണ്ടും ഒന്ന് തന്നെയാണ്. പേര് വേറെ ഉള്ളൂ. ഈവൻ മാജിക് ബുള്ളറ്റ് തിയറി എന്ന് പറഞ്ഞാൽ പേരും അതേപോലെ അതിന്റെ ഡെഫിനേഷനും വേറെയാണ്. അതേപോലെ ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി എന്ന് പറഞ്ഞാലും അതിന്റെ പേരും ഡെഫിനേഷനും വേറെയാണ്. പക്ഷെ രണ്ടിന്റെയും ഏകദേശം സമ്മറി, സാരാംശം അല്ലെങ്കിൽ കണ്ടന്റ് എന്താണ്, രണ്ടും ഒന്ന് തന്നെയാണ്. സോ മാജിക് ബുള്ളറ്റ് തിയറി എന്ന് പറയുന്ന സമയത്ത് മാസ് മീഡിയയിൽ കൂടെ വരുന്ന മെസ്സേജുകൾ ഒരു മാജിക് ബുള്ളറ്റ് കണക്കെ ഓഡിയൻസിനെ അല്ലെങ്കിൽ വായനക്കാരുടെ അല്ലെങ്കിൽ ഓഡിയൻസിനെ തന്നെ എന്താണ് ബുള്ളറ്റ് കണക്കെ ഓഡിയൻസിന്റെ ഉള്ളിലേക്ക് ബുള്ളറ്റ് പോലെ ആഴ്ന്നിറങ്ങിയിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ഓക്കെ, മാസ് മീഡിയ മെസ്സേജുകൾ ഒരു മാജിക് ബുള്ളറ്റ് കണക്കെ ഓഡിയൻസിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അവരുടെ ഈവൻ തിങ്കിങ് പ്രോസസ് ആണെങ്കിലും അതേപോലെ ആക്ഷൻസിനെ ഒക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് മാജിക് ബുള്ളറ്റ് തിയറി പറയുന്നത്. ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി എന്ന് പറയുമ്പോൾ നീഡിൽ, സൂചി. ഓക്കെ, സോ ഒരു ഹൈപ്പോഡെർമിക് ഒരു സൂചി പോലെ, ഒരു നീഡിൽ പോലെ മാസ് മീഡിയ മെസ്സേജുകൾ എങ്ങനെയാണ് നമ്മളെ ഇൻജെക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ മൈൻഡിലേക്ക് ഇൻജെക്ട് ചെയ്തിട്ട് അതുവഴി നമ്മുടെ ആക്ഷനെയും തോട്ട്സിനെയും ഒക്കെ തന്നെ സ്വാധീനിക്കുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി പറയുന്നത്. സോ രണ്ടും ഒന്ന് തന്നെ. മാജിക് ബുള്ളറ്റ് തിയറി എന്ന് പറയുന്നത് എന്താണ്, ഒരു മാജിക് ബുള്ളറ്റ് കണക്കെ എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി എന്ന് പറയുമ്പോൾ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു നീഡിൽ പോലെ, ഒരു സൂചി പോലെ എന്താണ് നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങി തുളച്ചിറങ്ങിയിട്ട് നമ്മളെ സ്വാധീനിക്കുന്നു എന്നാണ് ഈ ഒരു ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി പറയുന്നത്. സോ ഇത് പോപ്പുലർ ആവാൻ കാരണം 1927 ഹാരോൾഡ് ലാസ്വെൽ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, പ്രൊപ്പഗാൻഡ ടെക്നിക് ഇൻ ദ വേൾഡ് വാർ. പ്രൊപ്പഗാൻഡ ടെക്നിക് ഇൻ ദ വേൾഡ് വാർ. സോ ആ ഒരു ബുക്കിലാണ് പ്രധാനമായിട്ട് ഈ മാജിക് ബുള്ളറ്റ് തിയറിനെ കുറിച്ചൊക്കെ തന്നെ മെൻഷൻ ചെയ്തത്. അതായത് മീഡിയയിൽ കൂടെ വരുന്ന മെസ്സേജുകൾ, മീഡിയ മെസ്സേജസ് ഓഡിയൻസിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതിലാണ് ഞാൻ പറഞ്ഞത് ഓഡിയൻസ് രണ്ട് തരത്തിലുണ്ട്, ആക്റ്റീവ് ഓഡിയൻസും അതേപോലെ പാസീവ് ഓഡിയൻസും. ആക്റ്റീവ് ഓഡിയൻസ് എന്ന് പറയുമ്പോൾ സ്മാർട്ട് ആയിട്ടുള്ള മീഡിയയിൽ കൂടെ വരുന്ന മെസ്സേജുകളൊക്കെ തന്നെ ഡയറക്റ്റ് ആയിട്ട് വിശ്വസിക്കാത്ത രീതിയിലുള്ള ആൾക്കാരെയാണ് ആക്റ്റീവ് ഓഡിയൻസ് എന്ന് പറയുന്നത്.
പാസീവ് ഓഡിയൻസ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു സ്ലീപ്പി ആയിട്ടുള്ള, ഡൾ ആയിട്ടുള്ള, ഡൗൺ ആയിട്ടുള്ള ആൾക്കാരെയാണ് പാസീവ് ഓഡിയൻസ് എന്ന് പറയുന്നത്. അവരെന്താണ്, അവർ മീഡിയയിൽ കൂടെ വരുന്ന മെസ്സേജസ് ഒക്കെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എന്താണ് അവർ വിശ്വസിക്കും. ഓക്കെ, മീഡിയയിൽ കൂടെ ഒരു കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിക്കും. ഓക്കെ, ശരിയാണെന്ന് പറഞ്ഞിട്ട് ഒരു എന്താ ഒരു സംശയവും ഇല്ലാതെ തന്നെ അത് വിശ്വസിക്കുന്ന ആൾക്കാരെയാണ് പാസീവ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എപ്പോഴും എന്താണ് മാസ് മീഡിയയിലെ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ആക്റ്റീവ് ഓഡിയൻസിനേക്കാളും കൂടുതൽ പാസീവ് ഓഡിയൻസ് ആണ്. അവര് ഈ മാസ് മീഡിയ മെസ്സേജിനൊക്കെ തന്നെ എന്താണ് ഡയറക്റ്റ് ആയിട്ട് വിശ്വസിക്കുന്നു. അതുവഴി മാസ് മീഡിയ മെസ്സേജസ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതുവഴി ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കുന്നു എന്നാണ് ഈ ഒരു തിയറിയിൽ, സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയിലെ മാജിക് ബുള്ളറ്റ് തിയറി, അതേപോലെ ഹൈപ്പോഡർമിക് നീഡിൽ തിയറി, നീഡിൽ മോഡൽ, ഓക്കെ, നീഡിൽ തിയറി, ഈ രണ്ട് തിയറിയിൽ കൂടെയും അവര് പറയുന്നു. ഓക്കെ, സോ മാജിക് ബുള്ളറ്റ് തിയറി ആണെങ്കിലൊക്കെ തന്നെ എന്താണ്, ഐ മീൻ ഹൈപ്പോഡർമിക് തിയറി പോലെ തന്നെ എന്താണ് പാസീവ് ആയിട്ടുള്ള ഓഡിയൻസിനെ എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത തിയറിയാണ് അജണ്ട സെറ്റിംഗ് തിയറി. ഓക്കെ, ഈ ഒരു തിയറി ആദ്യമായിട്ട് കോയിൻ ചെയ്തത് മാക്സ്വെൽ മക്രോൺസും അതേപോലെ ഡൊണാൾഡ് എൽഷായും ആണ് 1972. ഓക്കെ, സോ ഇതൊരു അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷന്റെ സമയത്ത് പൊളിറ്റീഷ്യൻസിനെയും അതേപോലെ തന്നെ മീഡിയയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് അജണ്ട സെറ്റിംഗ് തിയറി. ഓക്കെ, സോ നമ്മളെ ഓരോ മീറ്റിംഗിന് മുമ്പ് അജണ്ടാസ് സെറ്റ് ചെയ്യാണ്. അജണ്ട എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, അതിനെയാണ് അജണ്ട എന്ന് വിളിക്കുന്നത്. സോ മാസ് മീഡിയയിൽ കൂടെ ഓഡിയൻസ് എന്ത് ചിന്തിക്കണം എന്നുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള മെസ്സേജുകൾ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു തിയറിയാണ് അജണ്ട സെറ്റിംഗ് തിയറി. ഓക്കെ, സോ മീഡിയയിൽ കൂടെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മീഡിയയിൽ കൂടെ എന്ത് വരികയാണെങ്കിലും എന്താണ് നമ്മളത് ഡയറക്റ്റ് ആയിട്ട് വിശ്വസിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ് ജനങ്ങൾ എന്ത് ചിന്തിക്കണം, വാട്ട് ടു തിങ്ക്. ഓക്കെ, വാട്ട് ഈസ് ടു തിങ്ക് അബൌട്ട് എന്നല്ല, മറിച്ച് വാട്ട് ടു തിങ്ക്. ഓക്കെ, നിങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത് എന്ന്, ഓഡിയൻസ് എന്താണ് ചിന്തിക്കേണ്ടത് എന്ന് ആദ്യം മീഡിയ സെറ്റ് ചെയ്യും, അജണ്ട സെറ്റ് ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ചുള്ള മെസ്സേജുകൾ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിച്ച് അവരെ കൊണ്ട് എന്താണ് മാസ് മീഡിയ എന്താണ് പറയുന്നത് അത് അതേപോലെ തന്നെ ചിന്തിപ്പിച്ചിട്ട് അവരെ ആക്ഷനെയും അതേപോലെ തോട്ടിനെയും ഒക്കെ തന്നെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു തിയറിയാണ് അജണ്ട സെറ്റിംഗ് തിയറി. ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് അതിനുള്ള രീതിയിൽ എന്താണ് അജണ്ടയ്ക്ക് രീതിയിലുള്ള മെസ്സേജുകൾ ന്യൂസ് പേപ്പറിൽ കൂടെ ടെലിവിഷനിൽ കൂടെ ഒക്കെ തന്നെ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിച്ചിട്ട് അവരെ സ്വാധീന ഒരു തിയറിയാണ് അജണ്ട സെറ്റിംഗ് തിയറി. ഓക്കെ, അടുത്ത തിയറിയാണ് ടു സ്റ്റെപ്പ് ഫ്ലോ മോഡൽ. ഓക്കെ, സോ ഇത് 1948 പോൾട്ട് ലെസാഫീൽഡും അതേപോലെ ബെർണാഡ് ബാരൽസണും ഹൈസൽ ഗോഡറ്റും കൂടെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, പീപ്പിൾസ് ചോയ്സ്. ഓക്കെ, സോ അതായത് 1940 അമേരിക്കൻ ഇലക്ഷന്റെ സമയത്ത് ആളുകളെ ആ ഒരു വോട്ടേഴ്സിന്റെ ഡിസിഷൻ മേക്കിങ്ങിനെ സ്വാധീനിച്ച ചില എലമെന്റ്സ് ഒക്കെ തന്നെ മെൻഷൻ ചെയ്തിട്ടായിരുന്നു അവർ ഈ ബുക്ക് എഴുതിയത്, പീപ്പിൾസ് ചോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 1948 ബുക്ക്. ഓക്കെ, സോ ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാസ് മീഡിയക്ക് ഡയറക്റ്റ് ആയിട്ട് ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. ഓക്കെ, മറിച്ച് എന്താണ് ഒരു ടു സ്റ്റെപ്പ് ആയിട്ട്, ഒരു സിംഗിൾ സ്റ്റെപ്പ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ടല്ല ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്താൻ, മറിച്ച് എന്താണ് ടു സ്റ്റെപ്പ് ആയിട്ട് ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന രീതിയിൽ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിട്ടാണ് മാസ് മീഡിയയിൽ കൂടുതൽ വരുന്ന മെസ്സേജുകൾ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കുന്നത് എന്നാണ് ഈ ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ അവിടെ കാണാം, അതായത് മീഡിയ. ഓക്കെ, ആദ്യം മീഡിയ കൊടുത്തിട്ടുണ്ട്, അതിനടിയിൽ എന്താണ് മീഡിയയിൽ കൂടെ വരുന്ന മെസ്സേജുകൾ ഡയറക്റ്റ് ആയിട്ട് ഇൻഡിവിജ്വൽസിന്റെ അടുത്തേക്ക് എത്തുകയല്ലേ ചെയ്യുന്നത്, മറിച്ച് എന്താണ് ഒരു ടു സ്റ്റെപ്പ് ഫ്ലോ പോലെ രണ്ട് സ്റ്റെപ്പ് ആയിട്ട് മാസ് മീഡിയയിൽ കൂടെ വരുന്ന മെസ്സേജുകൾ ആദ്യം തന്നെ ഒപ്പീനിയൻ ലീഡേഴ്സിന്റെ അടുത്താണ് എത്തുന്നത്. ഓക്കെ, ആദ്യം ഒപ്പീനിയൻ ലീഡേഴ്സിന്റെ അടുത്തെത്തും, പിന്നീട് ഈ ഒപ്പീനിയൻ ലീഡേഴ്സ് ആണ് പബ്ലിക്കിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇൻഡിവിജ്വൽസിന്റെ അടുത്തേക്ക് മാസ് മീഡിയ മെസ്സേജുകൾ എത്തിക്കുന്നത് എന്നായിരുന്നു ഈ ഒരു തിയറിയിൽ കൂടെ അവർ പറഞ്ഞത്. സോ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് 1948 ആ സമയത്തൊക്കെ തന്നെ എല്ലാവരുടെ വീട്ടിലും ടെലിവിഷനും ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഓക്കെ, സോ ആ ഒരു കാലഘട്ടമാണ് അമേരിക്കയിലൊക്കെ തന്നെ എല്ലാവരുടെ വീട്ടിലും ടെലിവിഷൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. സോ മീഡിയ മെസ്സേജുകൾ ഡയറക്റ്റ് ആയിട്ട്, ഐ മീൻ ടെലിവിഷൻ കാണുകയാണെങ്കിലും മീഡിയയിൽ കൂടെ വരുന്ന മെസ്സേജുകൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് എല്ലാ ഇൻഡിവിജ്വൽസിന്റെ അടുത്തും എത്തിയിരുന്നില്ല. ഓക്കെ, സോ ആദ്യം തന്നെ എന്താണ് ഒരു ഒപ്പീനിയൻ ലീഡേഴ്സ് എന്നുള്ള രീതിയിൽ കുറച്ചൊരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള, ഹൈ ക്ലാസ് ആയിട്ടുള്ള, കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഈവൻ പൊളിറ്റീഷ്യൻസ് ആര് വേണമെങ്കിലും ആവാം, അവരുടെ അടുത്തേക്കാണ് ഈ മീഡിയ മെസ്സേജുകൾ എത്തുന്നത്, ടിവിയിൽ കൂടെ വരുന്ന മെസ്സേജുകൾ. സോ അവരെന്താണ് ആ മെസ്സേജ് മനസ്സിലാക്കിയിട്ട് ആ മെസ്സേജ് പിന്നീട് സെക്കൻഡ് ഹാൻഡ് പോലെ ഓഡിയൻസിന്റെ ഇൻഡിവിജ്വൽസിന്റെ അടുത്തേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ ഒരു സിംഗിൾ സ്റ്റെപ്പ് ആയിട്ട് മീഡിയയിൽ കൂടെ വരുന്ന മെസ്സേജുകൾ ഡയറക്റ്റ് ആയിട്ട് ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തുന്ന ഒരു സിംഗിൾ സ്റ്റെപ്പ് അല്ലാതെ ഒരു ടു സ്റ്റെപ്പ്, ആദ്യം മീഡിയ മെസ്സേജുകൾ ഒപ്പീനിയൻ ലീഡേഴ്സിന്റെ അടുത്തെത്തും, ഒപ്പീനിയൻ ലീഡേഴ്സ് അത് പിന്നീട് ഇൻഡിവിജ്വൽസ് പബ്ലിക് ജനങ്ങളുടെ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ, ഐ മീൻ ഒരു തിയറി ആയിരുന്നു ടു സ്റ്റെപ്പ് ഫ്ലോ തിയറി. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ ഓഡിയൻസിന് എന്താണ് മാസ് മീഡിയയുടെ ഡയറക്റ്റ് എക്സ്പോഷർ, ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് കിട്ടില്ല.
ഓക്കെ, ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് എപ്പോഴും എന്താണ് ഒപ്പീനിയൻ ലീഡേഴ്സിനായിരിക്കും കിട്ടുക. ആ ഒപ്പീനിയൻ ലീഡേഴ്സ് ആയിരിക്കും പിന്നീട് ആ ഒരു ഇൻഫർമേഷൻ ഒരു സെക്കൻഡ് ഹാൻഡ് എന്നുള്ള രീതിയിൽ ബാക്കി ജനങ്ങളുടെ പബ്ലിക്കിന്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. സോ അങ്ങനെ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഇൻഫർമേഷൻ പോകുന്ന സമയത്ത് പലപ്പോഴും ഇൻഫർമേഷൻസ് മിസ് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മിസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് മൾട്ടി സ്റ്റെപ്പ് ഫ്ലോ ആണ്. 2 സ്റ്റെപ്പ് ഫ്ലോ എന്ന് പറയുമ്പോൾ ആദ്യം മീഡിയ മെസ്സേജസ് ഒപ്പീനിയൻ ലീഡേഴ്സിന്റെ അടുത്തേക്ക് എത്തും, പിന്നീട് ഒപ്പീനിയൻ ലീഡേഴ്സ് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും. ആ രീതിയിലായിരുന്നു. സോ മൾട്ടി സ്റ്റെപ്പ് ഫ്ലോ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാൻഡ് അല്ലാതെ തേർഡ് ഹാൻഡ് ആയിട്ട് ഫോർത്ത് ഹാൻഡ് ആയിട്ടും ഒക്കെ തന്നെ ആദ്യം മീഡിയ മെസ്സേജസ് ഈ ഒരു ഒപ്പീനിയൻ ലീഡേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കും, പിന്നീട് ഒപ്പീനിയൻ ലീഡേഴ്സ് മറ്റു ചില ആൾക്കാരിലേക്ക് എത്തിക്കും, അവര് പിന്നീട് ജനങ്ങളുടെ പബ്ലിക്കിന്റെ അതായത് ഈ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കും. സോ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ ഒഴുകി 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 അറ്റ് ലാസ്റ്റ് ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ തിയറിയാണ് മൾട്ടി സ്റ്റെപ്പ് ഫ്ലോ തിയറി. ഓക്കെ, സോ ഇവിടെ സിംഗിൾ സ്റ്റെപ്പ് അല്ല, അതേപോലെ തന്നെ ഡബിൾ സ്റ്റെപ്പും അല്ല, മറിച്ച് പിന്നീട് തേർഡ് സ്റ്റെപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റെപ്പ് ആയിട്ടോ ഒക്കെ തന്നെയാണ് മെസ്സേജുകൾ വന്നിട്ട് അത് പിന്നീട് ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തുന്നത്. സോ അത് ഇങ്ങനെ മൾട്ടി സ്റ്റെപ്പ് ആയിട്ട് മെസ്സേജ് ഇങ്ങനെ സെക്കൻഡ് ഹാൻഡോ തേർഡ് ഹാൻഡോ ഫോർത്ത് ഹാൻഡോ ആയിട്ട് ഇൻഫർമേഷൻ ഇങ്ങനെ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോൾ ഒറിജിനൽ മെസ്സേജ് ആയിരിക്കില്ല ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തുക. ഓക്കെ, മറിച്ച് മീഡിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വേറെ മാറിയിട്ടുള്ള മെസ്സേജുകളായിരിക്കും ഓഡിയൻസിന്റെ അടുത്ത് എത്തുക. സോ അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഒറിജിനൽ മെസ്സേജ് മിസ് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള സാധ്യതയും അതേപോലെ തന്നെ മിസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയും ഒക്കെ തന്നെ അതിൽ ഈ ഒരു മൾട്ടി സ്റ്റെപ്പ് തിയറിയിൽ കാണാം. അടുത്തതാണ് കൾട്ടിവേഷൻ തിയറി. ഓക്കെ, സോ ഇത് 1964 ജോർജ് ഗെബ്നർ ആണ് ഈ ഒരു തിയറി ആദ്യമായിട്ട് കോയിൻ ചെയ്തത്. സോ കൾട്ടിവേഷൻ തിയറി എന്ന് പറയുമ്പോൾ മീഡിയ, ഓക്കെ, സോ മീഡിയയിലെ പെർട്ടിക്കുലർ ആയിട്ട് ടെലിവിഷൻ ആണ് ഈ ജോർജ് ഗവർണർ എടുത്തത് ഈ ഒരു തിയറിയിൽ. ഓക്കെ, സോ ടെലിവിഷൻ കാണുന്ന ആൾക്കാരിൽ ഡയറക്റ്റ് ആയിട്ട് ടെലിവിഷൻ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നാണ് ഈ ഒരു കൾട്ടിവേഷൻ തിയറി പറയുന്നത്. ഓക്കെ, സോ ടി വിയിൽ കൂടെ നമ്മൾ ഒരുപാട് കാണാറുണ്ട്, ഈവൻ സിനിമകളാണെങ്കിലും സീരീസ് ആണെങ്കിലും അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും ഒക്കെ തന്നെ. സോ ഈ ടെലിവിഷനിൽ കൂടെ കാണുന്ന മെസ്സേജുകൾ ഡയറക്റ്റ് ആയിട്ട് ഓഡിയൻസിനെ സ്വാധീനിക്കുന്നു എന്നാണ് ഈ ഒരു കൾട്ടിവേഷൻ തിയറിയിൽ കൂടെ ജോർജ് ഗവർണർ പറഞ്ഞത്. സോ ഒരു പരിധി വരെ അത് ശരിയാണ്. ഈവൻ നമ്മൾ കുറച്ച് പഴയ കാലത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ അത് ശരിയാണ്. കാരണം ചെറിയ കുട്ടികളും ഈവൻ കുറച്ച് വലുതായ ആൾക്കാരും ഒക്കെ തന്നെ ടി വിയിൽ കൂടെ വരുന്ന പ്രോഗ്രാംസ് അത് ഈവൻ അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും അത് കണ്ടു കഴിഞ്ഞിട്ട് അത് ഒറിജിനൽ ആണെന്ന് വിചാരിച്ച ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഈ ഡോറ ബുജി പോലത്തെ കാർട്ടൂൺസ് ഒക്കെ തന്നെ കണ്ടിട്ട് അത് ഒറിജിനൽ ആണെന്ന് വിചാരിച്ച ആൾക്കാരുണ്ട്. അതേപോലെ ചില വ്യക്തികൾ കണ്ടിന്യൂസ് ആയിട്ട് ടെലിവിഷനിൽ കൂടെ ഈ ആക്ഷൻ അതേപോലെ ചോരയും അങ്ങനത്തെ ഗഡ്ഷഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് കാണും. സോ പിന്നീട് അത് ഒറിജിനൽ ആണെന്ന് വിചാരിച്ചിട്ട് ആ രീതിയിൽ അവരുടെ മനസ്സ് വ്യതിചലിക്കുകയോ ഒക്കെ തന്നെ ചെയ്യാറുണ്ട്. സോ മീഡിയയിൽ കൂടെ എസ്പെഷ്യലി ടെലിവിഷൻ പ്രോഗ്രാംസ് ഓഡിയൻസിനെ ഡയറക്റ്റ് ആയിട്ട് സ്വാധീനിക്കുന്നു എന്നാണ് ഈ ഒരു കൾട്ടിവേഷൻ തിയറിയിൽ കൂടെ ജോർജ് ഗവർണറെ പറയുന്നത്. ഓക്കെ, സോ അതായത് ഇവിടെയും അദ്ദേഹം പറയുന്നത് ഓഡിയൻസ് ആക്റ്റീവ് അല്ല, മറിച്ച് പാസീവ് ആണ്. ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതായത് ടി വിയിൽ കൂടെ വരുന്ന മെസ്സേജുകൾ എല്ലാവരും തന്നെ വിശ്വസിക്കില്ല. മറിച്ച് പാസീവ് ആവുന്ന സമയത്ത് ഓഡിയൻസ് എപ്പോഴും ഒരു സ്ലീപ്പി ആയിരിക്കും. സോ പാസീവ് ആവുന്ന സമയത്ത് ഒരു സ്ലീപ്പി ആയി നിൽക്കുന്ന സമയത്ത് ടെലിവിഷൻ മെസ്സേജുകൾ ഡയറക്റ്റ് ആയിട്ട് അവരെ സ്വാധീനിക്കും എന്നാണ് ഈ ഒരു കൾട്ടിവേഷൻ തിയറിയിൽ കൂടെ ജോർജ് ഗവർണറെ പറഞ്ഞത്. സോ ഒരു ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ ടി വിയിൽ കൂടെ ഓഡിയൻസിന്റെ അടുത്ത് എത്തും, അത് പിന്നീട് അവരെ സ്വാധീനിക്കും എന്നൊക്കെ തന്നെ ജോർജ് ഗവർണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒരു എക്സാമ്പിൾ ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമേരിക്കയിൽ നടന്ന ഒരു ഇൻസിഡന്റ്, അതായത് ഒരു വ്യക്തി, ഒരു മൈനർ ആയിട്ടുള്ള ആളാണ്, ഒരു അഡൽട്ടായിട്ടുള്ള മൈനർ ആയിട്ടുള്ള ഒരു കുട്ടി ടി വിയിൽ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ ആക്ഷൻ ത്രില്ലർ അതേപോലെ തന്നെ ഇങ്ങനെ ചോരയുള്ള ഒരുപാട് സിനിമകളൊക്കെ തന്നെ കണ്ടിട്ട് പുള്ളി ആ സ്റ്റുഡന്റിനെ ആ വ്യക്തിനെ ആ ഒരു കുട്ടിയെ ആ ടി വി കണ്ടന്റ് സ്വാധീനിക്കുകയും മറിച്ച് ആ കുട്ടിയെ ഒരു ക്രൈം ആക്ടിവിറ്റീസിലൊക്കെ തന്നെ ഇൻവോൾവ് ആയെന്നൊക്കെ പറഞ്ഞിട്ട് ചില കേസ് സ്റ്റഡീസ് ഒക്കെ തന്നെ ജോർജ് ഗവർണർ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. And the last one is uses and gratification theory. Okay, so നമ്മൾ ഈവൻ ഇത്രയും നേരത്തെ തിയറീസ്, അതായത് അജണ്ട സെറ്റിംഗ് ആണെങ്കിലും ഹൈക്കോർഡർ തിയറിയും മാജിക് ബുള്ളറ്റ് തിയറിയും അതേപോലെ തന്നെ കൾട്ടിവേഷൻ ആണെങ്കിലും ഒക്കെ തന്നെ മീഡിയ ഓഡിയൻസിനെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ മീഡിയ ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളൊരു തിയറിയായിരുന്നു. പക്ഷേ ഈ യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തിയറിയിലെ വരുന്ന സമയത്ത് നമ്മൾ നേരെ തിരിയാണ്. അതായത് നമ്മൾ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മൾ മീഡിയയെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, അതായത് നമ്മുടെ യൂസ്, അതായത് നമ്മുടെ ഗ്രാറ്റിഫിക്കേഷൻ, നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓഡിയൻസ് മീഡിയയെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു തിയറിയാണ് യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തിയറി. സോ ഈ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എലിഹു കാറ്റ്സ് ആണ് 1959.
ഓക്കെ, സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മൾ മാസ് മീഡിയയെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, അതായത് ടി വിയിൽ കൂടെ എന്റർടൈൻമെന്റ്, നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കാണാനും സിനിമ കാണാനും ഈവൻ ന്യൂസ് കാണാനും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ പല കാര്യങ്ങൾക്കും എന്താണ് നമ്മൾ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുവഴി എന്താണ് നമുക്കൊരു ഗ്രാറ്റിഫിക്കേഷൻ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കൂടി ലഭിക്കുന്നുണ്ട്. സോ ഇവിടെ മീഡിയ ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല, മറിച്ച് എന്താണ് നമ്മൾ ഓഡിയൻസ് മീഡിയയെ നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുള്ള ഒരു തിയറിയാണ് യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തിയറി. സോ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ മീഡിയയിൽ കൂടെ ലഭിക്കും. അതേപോലെ നമ്മളെന്താണ് മീഡിയ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് സിനിമയും പാട്ടും ഒക്കെ ആയിട്ട് നമ്മൾ മീഡിയ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഗ്രാറ്റിഫിക്കേഷൻ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഓഡിയൻസിന് ലഭിക്കും. ആ ഒരു തിയറിയാണ് യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തിയറി. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു എന്താ പറയാ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയിൽ. ഓക്കെ, സോ ബേസിക് കമ്മ്യൂണിക്കേഷൻ തിയറിയിലെ സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയിൽ മാസ്കിഫുലർ തിയറി ആണെങ്കിലും ഹൈപ്പോഡെർമിയൽ തിയറി ആണെങ്കിലും ഒക്കെ തന്നെ എന്താണ് അജണ്ട സെറ്റിംഗ്, ടു സ്റ്റെപ്പ് ഫ്ലോ, മൾട്ടി സ്റ്റെപ്പ് ഫ്ലോ ഒക്കെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് മീഡിയ ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള ഒരു തിയറി ആയിരുന്നു. ഓക്കെ, കൾട്ടിവേഷൻ ഒക്കെ തന്നെ. സോ പിന്നീട് യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തിയറിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓഡിയൻസ് എങ്ങനെയാണ് മീഡിയ യൂസ് ചെയ്യുന്ന ഒരു തിയറിയാണ് യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഓക്കെ, സോ അടുത്തായിട്ട് പറയാനുള്ളത് നോർമേറ്റീവ് തിയറീസ് ഓഫ് മീഡിയനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ഇതെന്ന് പറയുന്ന സമയത്ത് വിൽബർ ഷ്രാമും ഫ്രെഡ് സീവേർട്ടും തിയഡോർ പീറ്റേഴ്സണും കൂടെ അവരൊരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, 4 തിയറീസ് ഓഫ് ദ പ്രസ്. ഓക്കെ, 4 തിയറീസ് ഓഫ് ദ പ്രസ്. ആ ബുക്കിലാണ് ഇവർ പ്രധാനമായിട്ടും 4 തിയറീസിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നത്. അതോറിറ്റേറിയൻ മീഡിയ തിയറി, ലിബർട്ടേറിയൻ മീഡിയ തിയറി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി, സോവിയറ്റ് മീഡിയ തിയറി അല്ലെങ്കിൽ ടൊട്ടാലിറ്റേറിയൻ മീഡിയ തിയറി. ഓക്കെ, അതായത് ഈ രാജ്യങ്ങളിൽ, ഓക്കെ, സോ പല രാജ്യങ്ങളിലും എന്താണ് ഏത് ടൈപ്പ് ഓഫ് മീഡിയ തിയറി ആണ് ഫോളോ ചെയ്തത് എന്നുള്ള ഒരു തിയറി ആയിരുന്നു ഇത്. ഓക്കെ, സോ ചില രാജ്യങ്ങളിൽ എന്താണ് അതോറിറ്റേറിയൻ മീഡിയ തിയറി ആണ്, ചില രാജ്യങ്ങളിൽ ലിബർട്ടേറിയൻ ആണ്, അതായത് മീഡിയക്ക് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട്, ചില രാജ്യങ്ങളിൽ തീരെ ഫ്രീഡം ഇല്ല, ചില രാജ്യങ്ങളിൽ കുറച്ച് ഫ്രീഡം ഉണ്ട്, കുറച്ച് റെഗുലേഷൻ ഉണ്ട്. സോ അങ്ങനത്തെ ചില രാജ്യങ്ങളും അവിടുത്തെ പ്രസ്സും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള തിയറി ആയിരുന്നു ഈ 3 പേരും കൂടെ എഴുതിയിട്ടുള്ള 4 തിയറീസ് ഓഫ് ദ പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. സോ ഈ ബുക്കിലാണ് ഈ 4 തിയറീസിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് ബേസിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതോറിറ്റേറിയൻ മീഡിയ തിയറി എന്ന് പറഞ്ഞാൽ അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് മീഡിയ അല്ലെങ്കിൽ പ്രസിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, പ്രസിന് യാതൊരു രീതിയിലുള്ള ഫ്രീഡം, സ്വാതന്ത്ര്യം, ലിബർട്ടി അവിടെ ലഭിക്കില്ല. സോ അതായത് മീഡിയ അല്ലെങ്കിൽ പ്രസ് എന്ത് എഴുതണം അല്ലെങ്കിൽ എന്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു അതോറിറ്റിയാണ് അല്ലെങ്കിൽ ഗവൺമെന്റ് ആണ്. സോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ എന്ത് വാർത്ത പബ്ലിഷ് ചെയ്താലും ചിലപ്പോൾ എന്താണ് ആ പത്രത്തിനെ അല്ലെങ്കിൽ ചാനലിനെ റെഗുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ജേർണലിസ്റ്റിനെ ജയിലിൽ അടയ്ക്കും അല്ലെങ്കിൽ കൊന്നുകളയും, അങ്ങനത്തെ ഒരു സംഭവമാണ്. സോ ഇതിന്റെ ബെറ്റർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒന്ന് നോർത്ത് കൊറിയയും അതേപോലെ ഒന്ന് ചൈനയുമാണ്. ഓക്കെ, സോ നോർത്ത് കൊറിയ ആണെങ്കിലും ചൈനയിലാണെങ്കിലും ഒക്കെ തന്നെ അവിടുത്തെ മീഡിയ എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ മീഡിയ തിയറി ആണ്. സോ യാതൊരു രീതിയിലുള്ള ഫ്രീഡമും അവിടുത്തെ പ്രസിനില്ല, മീഡിയക്കില്ല. സോ എന്ത് എഴുതണം, എന്ത് പബ്ലിഷ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് ആണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ എന്താണ് ഒന്നുകിൽ ജയിലിൽ അടയ്ക്കും അല്ലെങ്കിൽ കൊന്നുകളയും. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യും. സോ ഇവൻ നമ്മുടെ കോവിഡ് കേസിന്റെ സമയത്തൊക്കെ തന്നെ ചൈനയിൽ ചൈനയിൽ നിന്നും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് അവിടുത്തെ ഒരു മീഡിയ ചാനലും ഒരു ജേർണലിസ്റ്റും റിപ്പോർട്ട് ചെയ്തില്ല. കാരണം എന്തുകൊണ്ടാണ് അവിടുത്തെ ഗവൺമെന്റ് അവിടുത്തെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പല ഇൻഫർമേഷനും നമുക്ക് ഒരുപാട് ലേറ്റ് ആയിട്ട് അതേപോലെ മീഡിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. സോ ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ് കോവിഡ് വന്നത്. സോ യഥാർത്ഥത്തിൽ അതൊരു കോൺസ്പിറസി ആണോ, അതോ അതേപോലെ തന്നെ വുഹാനിലെ ആ ഒരു ലാബില് അങ്ങനത്തെ ഒരു കൊളാപ്സ് സംഭവിച്ചിട്ട് വൈറസ് മ്യൂട്ടേറ്റ് ചെയ്ത് പുറത്തേക്ക് വന്നതാണെന്നും തന്നെ അറിയില്ല. ഓക്കെ, സോ ലിബർട്ടേറിയൻ തിയറി എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് അവിടുത്തെ മീഡിയ പ്രസിന് കംപ്ലീറ്റ് സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് എന്ത് വേണമെങ്കിലും എഴുതാം, എന്ത് വേണമെങ്കിലും പബ്ലിഷ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. ആരും അവരെ കൺട്രോൾ ചെയ്യാനോ റെഗുലേറ്റ് ചെയ്യാനോ വരുന്നില്ല. ആ ഒരു തിയറിയാണ് ലിബർട്ടേറിയൻ തിയറി. സോവിയറ്റ് ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡും ന്യൂസിലാൻഡും കാനഡയും ഒക്കെ തന്നെ ലിബർട്ടേറിയൻ തിയറിയുടെ എക്സാമ്പിൾസ് ആണ്. മൂന്നാമത്തെ തിയറിയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി. ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി എന്ന് പറയുന്നത് രണ്ടും കൂടെ മിക്സ് ആണ്. അതായത് അതോറിറ്റേറിയനും ലിബർട്ടേറിയൻ തിയറിയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി. അതായത് മീഡിയക്ക് ഫ്രീഡം ഉണ്ട്. ഓക്കെ, മീഡിയക്ക് ഫ്രീഡം ഉണ്ട്, പക്ഷെ ഒരുപാട് ഫ്രീഡം ഇല്ല. ചില സമയത്ത് അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് മീഡിയനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, ആ ഒരു തിയറിയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി. എക്സാമ്പിൾ ഇന്ത്യ. ഓക്കെ, ഇന്ത്യ ഒരു അതോറിറ്റേറിയൻ മീഡിയ തിയറി അല്ല, അതേപോലെ ലിബർട്ടേറിയൻ മീഡിയ തിയറി. അതായത് പ്രസിഡന്റ് ഫ്രീഡം ഉണ്ട്, പക്ഷെ ചില സമയത്ത് ഒരു എക്സ്റ്റേണൽ കൺട്രോൾ റെഗുലേഷൻ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും വരും. സോ USA യും UK യും ഇന്ത്യയും ഒക്കെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിയുടെ എക്സാമ്പിൾസ് ആണ്.
നാലാമത്തതാണ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് തിയറി. ഓക്കെ, സോ അതിനെ തന്നെ ടൊട്ടാലിറ്റേറിയൻ മീഡിയ തിയറി എന്നൊക്കെ തന്നെ വിളിക്കുന്നുണ്ട്. അതായത് ഗവൺമെന്റ് എപ്പോഴും എന്താണ് അവർ സൊസൈറ്റി ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം മീഡിയ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് കോമൺ പീപ്പിൾ അല്ലെങ്കിൽ മാസസ് എന്ന് പറയും. സോ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടായിരിക്കണം മീഡിയ എപ്പോഴും വർക്ക് ചെയ്യേണ്ടത് എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് തിയറി പറയുന്നത്. സോ ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു സ്ലൈഡിൽ ചൈന കൊടുത്തിട്ടുണ്ട്, പക്ഷേ ചൈന പറയാൻ പറ്റില്ല. ഓക്കെ, സോ ചൈന ഇപ്പോഴാണ് എന്താണ് ഈ ഒരു അതോറിറ്റേറിയൻ തിയറിയിലേക്ക് മാറിയിട്ടുണ്ട്. സോ റൈറ്റ് എക്സാമ്പിൾ റഷ്യ ആണ്. സോ റഷ്യയിൽ എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് റഷ്യ. സോ അവിടെ എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണുള്ളത്. സോ എപ്പോഴും എന്താണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിരിക്കണം മീഡിയ വർക്ക് ചെയ്യേണ്ടത് എന്നാണ് ആ ഒരു തിയറി പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പോവാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓക്കെ, അതോറിറ്റേറിയൻ മീഡിയ തിയറി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ആയിരിക്കും കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ടാവുക. ഓക്കെ, സോ ഗവൺമെന്റ് എന്ത് പറയുന്നു അതായിരിക്കും മീഡിയ ചെയ്യേണ്ടത്. ഓക്കെ, മീഡിയക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും ഇല്ല. സോ ഗവൺമെന്റ് എന്താണ് ചില വാർത്ത ചിലപ്പോൾ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഗവൺമെന്റ് എന്താണ് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. സോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്താണ് അവർ ആ വാർത്ത പബ്ലിഷ് ചെയ്താൽ ചിലപ്പം സെൻസർഷിപ്പ് ഫേസ് ചെയ്യേണ്ടി വരും, ആ പത്രം അല്ലെങ്കിൽ മീഡിയ ചാനൽ അടച്ചുപൂട്ടേണ്ടി വരും. അതുമല്ലാതെ ജയിലിൽ അടയ്ക്കും അല്ലെങ്കിൽ കൊന്നു കളയും. സോ ചൈനയും നോർത്ത് കൊറിയയിലും ഒക്കെ തന്നെ എന്താണ് ഈ ഒരു അതോറിറ്റേറിയൻ മീഡിയ തിയറിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പുറത്തേക്ക് അറിയാത്തത്. സോ ഇന്ത്യയിലും 1975 എന്താണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ത്യയിൽ എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ആ സമയത്ത് ഇന്ത്യയിലും അതോറിറ്റേറിയൻ മീഡിയ തിയറി ആയിരുന്നു അതായിരുന്നു ഉള്ളത്. കാരണം അവിടുത്തെ പ്രസിഡന്റ് എന്താണ് യാതൊരുവിധ സ്വാതന്ത്ര്യവും ഇല്ലായിരുന്നു. സോ പ്രസിഡന്റ് ആണ് ഗവൺമെന്റിനെ കുറിച്ചോ എമർജൻസിനെ കുറിച്ചിട്ടോ വിമർശിച്ച് എന്തെങ്കിലും വാർത്തകൾ എഴുതിയാൽ അവരെ ജയിലിൽ അടയ്ക്കുകയും അതേപോലെ തന്നെ പത്രം സെൻസർ ചെയ്തിങ്ങായിട്ട് ഷട്ട് ഡൗൺ ചെയ്യുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ആ ഒരു എമർജൻസി ഒരു കറുത്ത അധ്യായം എന്നുള്ള രീതിയിൽ അവർ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലിബർട്ടേറിയൻ തിയറി എന്ന് പറയുമ്പോൾ എന്താണ് ഫ്രീ പ്രസ് തിയറി. പ്രസിന് എന്താണ് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടാവും. ഓക്കെ, കംപ്ലീറ്റ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള വാർത്തകൾ എഴുതാം, വാർത്തകൾ പബ്ലിഷ് ചെയ്യാം, വാർത്തകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. ആരും തന്നെ എന്താണ് അവരുടെ ആ ഒരു ഫ്രീഡത്തെ ക്വസ്റ്റ്യൻ ചെയ്യില്ല. സോ റൈറ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ന്യൂസിലാൻഡും സ്വിറ്റ്സർലാൻഡും കാനഡയിലും ഒക്കെ തന്നെ ലിബർട്ടേറിയൻ മീഡിയ തിയറി ആണ്. സോ ഒരിക്കലും എന്താണ് ഗവൺമെന്റ് അതിൽ ഇടപെടില്ല. ഓക്കെ, മീഡിയക്ക് എന്താണ് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട്. സോ ഈ ഒരു ലിബർട്ടേറിയൻ തിയറിനെ കുറിച്ച് ആദ്യമായിട്ട് മെൻഷൻ ചെയ്തത് ജോൺ മിൽട്ടണും അതേപോലെ ജെ.എസ്. മില്ലും ആണ്. ജോൺ മിൽട്ടന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു, എറോപെഗറ്റിക്ക എന്നുള്ള ഒരു സ്പീച്ച്. അതേപോലെ ജെയിംസ് സ്റ്റുവർട്ട് മില്ലിന്റെ ഓൺ ലിബർട്ടി എന്ന് പറഞ്ഞ എസ്സേ. സോ ഈ രണ്ടിലുമാണ് ആദ്യമായിട്ട് ലിബർട്ടേറിയൻ തിയറിയുടെ മീഡിയ തിയറിനെ കുറിച്ച് പറയുന്നത്. അതായത് മീഡിയക്ക് എന്താണ് കംപ്ലീറ്റ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ വേണം. സോ എന്നാൽ മാത്രമേ അത് ഇവർക്ക് സ്വാതന്ത്ര്യപരമായിട്ട് ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു തിയറിയാണ് ലിബർട്ടേറിയൻ മീഡിയ തിയറി. മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി. അതായത് മീഡിയക്ക് ഫ്രീഡം ഉണ്ട്, പക്ഷെ എന്താണ് ചെറുതായിട്ട് കൺട്രോളിങ് ഉണ്ടാവും. ഓക്കെ, ചെറുതായിട്ട് കൺട്രോളിങ് ഉണ്ടാവും. സോ ഇന്ത്യ ഇതിന്റെ ഒരു റൈറ്റ് എക്സാമ്പിൾ ആണ്. ഇന്ത്യയിൽ എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി മീഡിയ തിയറിയാണ് ഫോളോ ചെയ്യുന്നത്. സോ ഇന്ത്യയിൽ എന്താണ് മീഡിയക്ക് പ്രസിന് എന്താണ് ഫ്രീഡം ഉണ്ട്, പക്ഷെ കംപ്ലീറ്റ് ഫ്രീഡം ഇല്ല. ചെറുതായിട്ട് എന്താണ് ഒരു കൺട്രോൾ അത് ഗവൺമെന്റിന് അല്ലെങ്കിൽ അതോറിറ്റിയുടെ കയ്യിലാണ് ഉള്ളത്. സോ ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അമേരിക്കയിലാണ്. സോ അതിന്റെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ 1942 അമേരിക്കൻ ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയോഗിച്ചു, ഹച്ചിൻസ് കമ്മീഷൻ. റോബർട്ട് ഹച്ചിൻസ്, അതായത് ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ ആയിട്ടുള്ള റോബർട്ട് ഹച്ചിൻസിന്റെ നേതൃത്വത്തിൽ എന്താണ് ഒരു ഹച്ചിൻസ് കമ്മീഷൻ നിയോഗിച്ചു 1942. അവര് 5 വർഷങ്ങൾക്ക് ശേഷം 1947 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഓക്കെ, സോ അവരെ നിയോഗിച്ചത് ആ രാജ്യത്തെ പ്രസിനെ കുറിച്ചും അതേപോലെ ഏത് മീഡിയ തിയറി ഫോളോ ചെയ്യണം എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു കമ്മീഷനെ നിയോഗിച്ചത്. സോ അവരുടെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ അവർ കണ്ടെത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് അമേരിക്കയിലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള ലോവർ സെക്ഷൻസിന്റെ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. സോ അവരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരിക്കലും മീഡിയക്ക് പറ്റിയില്ല. ഓക്കെ, മീഡിയ എപ്പോഴും എന്താണ് എലൈറ്റ് ആയിട്ടുള്ള ടോപ്പ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അമേരിക്കയിൽ നിലനിന്നിരുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ് മീഡിയ പലപ്പോഴും ഈ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മോശമായിട്ട് ചിത്രീകരിച്ച് കാണിക്കുന്നുണ്ട്. മറിച്ച് അതിന് പകരമായിട്ട് എന്താണ് എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ടോപ്പ് ആയിട്ട് സൂപ്പർ ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഫൈൻഡിങ്സ് ഈ ഒരു ഹച്ചിൻസ് കമ്മീഷനിൽ ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഈ ഒരു ഹച്ചിൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഒരുപാട് പ്രസ് കൗൺസിലും ഒരുപാട് കോഡ് ഓഫ് എത്തിക്സും ഒക്കെ തന്നെ നിയോഗിച്ച് അവസാനം ഗവൺമെന്റ് തീരുമാനമെടുത്തു ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീഡിയ തിയറി ഫോളോ ചെയ്യാം. അതായത് മീഡിയക്ക് കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കാതെ മീഡിയക്ക് ഫ്രീഡം കൊടുത്തിട്ട് ചെറുതായിട്ടൊരു എക്സ്റ്റേണൽ കൺട്രോൾ ഗവൺമെന്റ് അല്ലെങ്കിൽ അതോറിറ്റിയുടെ കയ്യിൽ കൊടുക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനമെടുത്തു. ഓക്കെ, ലാസ്റ്റ് തിയറിയാണ് സോവിയറ്റ് മീഡിയ തിയറി അല്ലെങ്കിൽ ടൊട്ടാലിറ്റേറിയൻ മീഡിയ തിയറി. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് എന്താണ് ഒരു റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്നത് എപ്പോഴും
മാസ് അല്ലെങ്കിൽ മാർജിനലൈസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, സോ അവരുടെ ഐഡിയോളജി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള സാധാരണക്കാരുടെ ഐഡിയോളജി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ്. സോ മീഡിയ എപ്പോഴും ആർക്ക് വേണ്ടിയിട്ടായിരിക്കണം നിലനിൽക്കേണ്ടത്? സാധാരണ ജനങ്ങളുടെ, വർക്കിംഗ് ക്ലാസ്. ഓക്കെ, ദ പോയിന്റ്, വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം നിലനിൽക്കേണ്ടത്. അവരുടെ ഒരു ഐഡിയോളജി ഉണ്ട്, മാർക്സിസ്റ്റ് ഐഡിയോളജി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി. ആ ഐഡിയോളജിക്ക് വേണ്ടിയിട്ടായിരിക്കണം മീഡിയ എപ്പോഴും നിലനിൽക്കേണ്ടത്. മീഡിയ എപ്പോഴും അവരുടെ വാർത്തകളായിരിക്കണം റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു തിയറിയാണ് സോവിയറ്റ് മീഡിയ തിയറി. ഇതിനെ ടൊട്ടാലിറ്റേറിയൻ മീഡിയ തിയറി എന്നുകൂടെ വിളിക്കുന്നുണ്ട്. കാരണം ആ ഒരു രാജ്യത്ത്, ഓക്കെ, റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ രാജ്യത്തെ ടോട്ടൽ മൊത്തത്തിലുള്ളത് എന്താണ്, ഒരേ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയേ ഉള്ളൂ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഓക്കെ, സോ അവർ ഫോളോ ചെയ്യുന്നതും ഒരേ ഒരു ഐഡിയോളജിയാണ്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഐഡിയോളജി. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ടോട്ടൽ മാസ് ആയിട്ട് മൊത്തത്തിൽ എന്താണ് ഒരേ ഒരു ഐഡിയോളജി ഉള്ളൂ എന്നുള്ള കണക്കിലാണ് ടൊട്ടാലിറ്റേറിയൻ മീഡിയ തിയറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ 4 തിയറിയാണ് ഈ ഒരു എന്താ പറയാ, ഈ ഒരു 4 തിയറീസ് ഓഫ് പ്രസ്. ഫ്രെഡ് സീബർട്ടും തിയോഡോർ പെറ്റേഴ്സണും വിൽബർ ഷ്രാമും കൂടെ 4 തിയറീസ് ഓഫ് ദ പ്രസ് എന്ന് പറഞ്ഞ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ള 4 നോർമേറ്റീവ് തിയറീസ് ഓഫ് പ്രസ്: അതോറിറ്റേറിയൻ മീഡിയ തിയറി, ലിബർട്ടേറിയൻ മീഡിയ തിയറി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി ആൻഡ് സോവിയറ്റ് മീഡിയ തിയറി. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചില കമ്മ്യൂണിക്കേഷൻ തിയറീസ്. ഓക്കെ, സോ ഹോപ്പ് മൈ പോയിന്റ്സ് ആർ ക്ലിയർ. സോ എന്തായാലും അടുത്ത ലൈവ് സെഷനിൽ നമുക്ക് മറ്റൊരു പോയിന്റ് ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. താങ്ക് യു.